ഇത് നട്ടെടുത്തിട്ട് ഇതിങ്ങനെ നെറ്റി കൊടുക്കുക. ഏകദേശം വളമായി കാരണം ഇങ്ങനെ നാക്കി കൊടുക്കുക. നല്ല ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുക. ഇതേമാതിരി. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീട്ടിലെ 4 മൊരട് കുക്കുംബർ കൃഷിയാണിത്. 2 ദിവസം ഇടവിട്ട് ദിവസവും നമുക്ക് വിളവെടുക്കാം. കുക്കുംബർ നല്ലൊരു കൃഷിയാണ്. കുക്കുംബർ ഈ വേനൽക്കാലത്ത് കുട്ടികൾ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കുക്കുംബർ. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളൊരു ഐറ്റമാണ് കുക്കുംബർ. നല്ല സലാഡും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രമാണ് ഈ കുക്കുംബറിന് വളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിൽ യാതൊരു കെമിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജൈവവളം വീട്ടിലെ വേസ്റ്റ് മാത്രം. വീട്ടിലെ പച്ചക്കറിൻ്റെയും മുട്ടയത്തോടും വീട്ടിലെ വേസ്റ്റ് മാത്രമാണ് ഈ കുക്കുംബർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നല്ല വിളവാണ് കിട്ടുന്നത്, കുഴപ്പമൊന്നുമില്ല. 4 തൈ മൊരട് മാത്രമേ ഉള്ളൂ. ഷുഗർ പേഷ്യൻറ്റുകൾക്കും നല്ല ഒരു ഭക്ഷണമാണ് ഈ കുക്കുംബർ. എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. കാരണം ഒരു മെഷീന് പോലെ നമ്മൾ വീട്ടിലെ വേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുക്കുംബർ പറിക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഇടാനൊരു സ്ഥലമായി, നല്ലൊരു ജൈവ പച്ചക്കറിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. നല്ല അടിപൊളി ജൈവ കുക്കുംബർ. യാതൊരു പരിചരണവും വേണ്ട. വീട്ടിലെ വേസ്റ്റ് മാത്രം മതി, വേറൊന്നും വേണ്ട. നല്ല ഒരു 1/2 കിലോ വെച്ച് ഓരോരോ കായ് പറിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. കുട്ടികൾക്കൊക്കെ നല്ലൊരു വിഭവമാണ് ഈ കുക്കുംബർ.